കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി മുക്കം യൂണിറ്റ് സമ്മേളനം വിവിധ പരിപാടികളോടെ നടന്നു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി സന്തോഷ് സെബാസ്റ്റ്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി മുക്കം യൂണിറ്റ് സമ്മേളനം CTV ഓഡിറ്റോറിയത്തിലെ KM കുഞ്ഞവറാൻ കെ ശ്രീധരൻ നഗറിലാണ് നടന്നത്. മുതിർന്ന വ്യാപാരിയും ദീർഘകാലം മുക്കം യൂണിറ്റ് സെക്രട്ടറിയുമായിരുന്ന KP മുഹമ്മദ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. സമ്മേളനം സമിതി ജില്ലാ സെക്രട്ടറി സന്തോഷ് സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ വ്യാപാരം ഇത്രയേറെ കുറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 10-20 വർഷമായി ഈ രാജ്യത്ത് വിദേശ മൂലധനത്തിന്, വിദേശ പണത്തിന് ഈ രാജ്യത്ത് വന്ന് കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കമ്പോളം ലോകത്തിന് മുന്നിൽ തുറന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ കമ്പോളം 1990-ൽ പുതിയ സാമ്പത്തിക നയം എന്ന് പറഞ്ഞു എക്കണോമിക് പോളിസി ലോകമാകെ ഒരു കമ്പോളമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയും അവിടെ വന്ന് ആദ്യം കച്ചവടം ചെയ്യാൻ പഠിപ്പിക്കുകയും അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ കൊച്ചു കേരളത്തിലെ മുക്കം അങ്ങാടിയിൽ വന്ന് അമേരിക്കക്കാർക്ക് കച്ചവടം ചെയ്യാം, മുതലെടുക്കാം, കച്ചവടം ചെയ്യാം എന്ന് നമ്മളെ പഠിപ്പിച്ച പുതിയ സാമ്പത്തിക നയമാണ്. റഫീഖ് വാവാച്ചി അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി ബാബു വെള്ളാരംകുന്നത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KM റഫീഖ് സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ സജീഷ് വയലത്ത് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. മുൻ ഏരിയ സെക്രട്ടറി TA അശോകനെ യോഗത്തിൽ ആദരിച്ചു. മുക്കം ടൗണിലെ ട്രാഫിക് പരിഷ്കാരങ്ങൾ നിയമാനുസൃതം നടപ്പാക്കുക, മുക്കം ടൗൺ രണ്ടാംഘട്ട പരിഷ്കരണ പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക, അനധികൃത തെരുവ് കച്ചവടവും ഓൺലൈൻ വ്യാപാരവും നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മുക്കം ഏരിയ പ്രസിഡന്റ് KT നളേശൻ, ട്രഷറർ രാജഗോപാലൻ, വൈസ് പ്രസിഡന്റ് ചെമ്പറ്റ ബാബു, ഉണ്ണിനാരായണൻ, ശശിധരൻ ഊരാളിക്കുന്നത്ത്, സൈനുല്ലാബിദ്ദീൻ, KP കോയ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി കൈരളി സുൽഫീക്കറിന് പ്രസിഡന്റായും ബാബു വെള്ളാരംകുന്നത്തിന് സെക്രട്ടറിയായും ചില്ലാനം വിജയനെ ട്രഷററായും തെരഞ്ഞെടുത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം.